അപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് കഴിഞ്ഞ ദിവസത്തെ VPOC ലെവലായ 25,790 ആയിരുന്നു. അത് നമ്മൾ മാർക്ക് ചെയ്ത ലെവലായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വന്ന് അവിടെ ട്രാപ്ഡ് സെല്ലേഴ്സ് ഉള്ള ഒരു ഏരിയ ആയിരുന്നു 25,746. ഇവിടെ മാർക്കറ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഇംബാലൻസ് ഉണ്ടാക്കി മുകളിലോട്ടൊരു ഫേക്ക് ബ്രേക്കൗട്ട് കിട്ടി. ആ ഇംബാലൻസ് ഉള്ള ഏരിയയിൽ വീണ്ടും ഒന്ന് ടാപ്പ് ചെയ്ത് 25,905 റിജക്ഷൻ സംഭവിച്ച് വീണ്ടും താഴെ വന്ന് സപ്പോർട്ട് എടുക്കുമായിരുന്നു. ഈ സപ്പോർട്ട് എടുത്ത ഏരിയ 25,746. ഇതും നമ്മൾ മാർക്ക് ചെയ്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ സംഭവിച്ചത്. നമസ്കാരം. 19th ജനുവരി നിഫ്റ്റി പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായിട്ട് മനസ്സിലാക്കുക, ഈ അനാലിസിസ് ചെയ്യുന്നത് വോളിയം പ്രൊഫൈലിൻ്റെ ബേസിസിലാണ്. നമുക്ക് നിഫ്റ്റിയുടെ വോളിയം അവൈലബിൾ ആയിട്ടുള്ളത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്. അപ്പോൾ നമ്മൾ അനാലിസിസ് ചെയ്യുന്നതെല്ലാം നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. ഫ്യൂച്ചർ ചാർട്ടും നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ടും ഈ രണ്ടും ഒരുപോലെ വരുന്നത് മന്ത്ലി എക്സ്പയറിയുടെ സമയത്താണ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 18 ജനുവരി നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തത് 25,750 ഇനി നമ്മൾ ഇൻഡെക്സ് ചാർട്ടിലോട്ട് വരുമ്പോഴത്തേക്കും 18 ക്ലോസിങ് വന്നത് 25,699 അതായത് ഒരു 50 പോയിൻ്റ് വ്യത്യാസമുണ്ട്. നമുക്കിനി റിലേറ്റീവ് വോളിയം പ്രൊഫൈൽ അനാലിസിസിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കൺസിഡർ ചെയ്യുന്നത് 14 തീയതിയിലും 16 തീയതിയിലും പ്രൊഫൈൽസാണ്. 14 തീയതി നമുക്കൊരു B ഷേപ്ഡ് പ്രൊഫൈലാണ് കിട്ടിയത്. അതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. 16 തീയതി നമുക്കൊരു ക്യാപിറ്റൽ ലെറ്റർ B ഷേപ്ഡ് പ്രൊഫൈലാണ് കിട്ടിയത്. അതിൻ്റെ POC വരുന്നത് ലോവർ നോഡിലാണ്. അപ്പോൾ അത് കുറച്ച് കൺസേണിങ് ആണ്. അതായത് നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ എന്ന് പറയാനൊന്നും ഇപ്പോഴും ആയിട്ടില്ല. നമ്മൾ വോളിയം പ്രൊഫൈൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരു മാസീവ് സെൽ ഓഫ് ആയിരുന്നു സെക്കൻഡ് ഹാഫ് ഓഫ് ദ മാർക്കറ്റ് വന്നത്, ഈവൻ ദോ മാർക്കറ്റ് ഫസ്റ്റ് ഹാഫിൽ മേലോട്ട് പോയെങ്കിലും. അപ്പം ആ മാർക്കറ്റ് ഫസ്റ്റ് ഹാഫിൽ മേലോട്ട് പോയ കാരണമാണ് നമുക്കൊരു B ഷേപ്ഡ് കിട്ടിയത്. അപ്പം ആ ഒരു ടെമ്പററി റൈസ് ഇല്ലായിരുന്നെങ്കിൽ അത് ഇന്നത്തെ മാർക്കറ്റ്, അതായത് 16 തീയതിയിലത്തെ മാർക്കറ്റ് ഒരു സ്മോൾ ലെറ്റർ B ഷേപ്ഡിൽ ക്ലോസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഒരു D ഷേപ്പ്, അതായത് ഒരു കൺസോൾട്ടേഷൻ കിട്ടാണ്ട് നമുക്ക് മാർക്കറ്റ് ഒരു റിവേഴ്സലിലേക്ക് പോവുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും മാർക്കറ്റിൻ്റെ ബയാസ് ബെയറിഷ് തന്നെയാണ്. ഇനി മാർക്കറ്റിന് റിക്കവറിക്ക് എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഒരു മാസീവ് ഗ്യാപ്പ് അപ്പ് വന്നാലേ കാര്യമുള്ളൂ. കാര്യം ഒരു ഗ്യാപ്പ് അപ്പ് വരാണ്ട് ഈ ഒരു വോളിയം പ്രൊഫൈലൊന്നും നമുക്കൊരു സപ്പോർട്ടഡ് ആക്ട് ചെയ്യാൻ ചാൻസ് ഇല്ല. കാര്യം നമ്മൾ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ അതോ ഗ്യാപ്പ് ഡൗണോ എന്ത് വന്നാലും ഈ വരുന്ന പ്രൊഫൈൽസ് എല്ലാം നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് ആക്ട് ചെയ്യാൻ ചാൻസ്. ഇനി നമുക്ക് 16 തീയതിയിലെ വോളിയം പ്രൊഫൈൽ മാത്രം എടുത്തിട്ട് അനലൈസ് ചെയ്യാം. അവിടെ ലൈൻസും ഇമ്പോർട്ടൻറ്റ് ഏരിയാസൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഈ VPOC വരുന്ന ഈ ലോവർ B നോഡാണ്. ഇവിടെ ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് VPOC ആണ്. പിന്നെ പ്രൈസ് ആക്ഷൻ കൂടെ കൺഫേം ചെയ്ത് ബാക്കിയുള്ള ലോ വോളിയം ഏരിയ നോഡ്സും കൂടെ ഒന്ന് മാർക്ക് ചെയ്താണെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ രാവിലെ മാർക്കറ്റ് മേലോട്ട് പോയപ്പോഴത്തേക്കും ഫോം ചെയ്ത ആ ടേപ്പറിങ് എഡ്ജ് അവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഭാവിയിൽ. പിന്നെ അതുപോലെ ഒരു ഫ്ലിപ്പ് ഏരിയ എന്ന് പറയുന്ന ആ മിഡിൽ ഏരിയ, അതായത് നമ്മളൊരു B എഴുതുമ്പോഴത്തേക്കും ആ Bയുടെ നടുക്ക് വരുന്ന ഏരിയ, അതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നമ്മൾ മാർക്കറ്റ് ട്രെൻഡിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് നമുക്കൊരു നല്ലൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഈ ഏരിയാസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് നമ്മൾ നെക്സ്റ്റ് ഫ്രെയിമിൽ ഇതിൻ്റെ ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസ് എല്ലാം എങ്ങനെയാണ് മാർക്ക് ചെയ്തത് എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ ഇതുവഴി തന്നത്. അപ്പോൾ ഇതാണ് ലൈൻസ്. അപ്പം ഞാനവിടെ ആ ലൈൻസിൻ്റെ അടുത്ത് ഞാൻ ഒരു ചെറിയൊരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാര്യം അത് ഞാൻ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഓർഡർ ഫ്ലോ വരുമ്പോഴത്തേക്കും ആ സോണിൽ ഏത് സൈഡ് ബയാസാണ് കൂടുതൽ വരുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താണ്. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, കൺഫ്യൂസ് ആവണ്ട. ഈ ലെവൽസിലെല്ലാം മാർക്കറ്റ് നമുക്ക് എന്തെങ്കിലും ഒരു റെസ്പോൺസ് തരും. പക്ഷേ അത് എന്ത് റെസ്പോൺസാണ്, അതൊരു ബൈ ആണോ സെല്ലാണോ എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് നമ്മളെ സെറ്റപ്പ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഉപയോഗിക്കുന്ന സെറ്റപ്പ് ഓർഡർ ഫ്ലോ സെറ്റപ്പാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, ഞാൻ എങ്ങനെയാണ് ഓർഡർ ഫ്ലോ യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇത് ജസ്റ്റ് 16 തീയതിയിലത്തെ ആഴ്ച മാത്രമാണ്. അപ്പോൾ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ പിന്നെ അതുപോലെ ഒരു ഭയങ്കര ഒരു ഇമ്പൾസീവ് മൂവ് ലൈവ് മാർക്കറ്റിൽ വരികയാണെങ്കിൽ നമുക്ക് ഇനിയും ലെവൽസ് ആവശ്യമുണ്ട്. അപ്പം നമുക്ക് അങ്ങനത്തുള്ള ലെവൽസ് ഞാനൊരു ചാർട്ട് പോലെ ഞാൻ എൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഞാൻ ഇട്ടേക്കാം. പിന്നെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അതല്ലെങ്കിൽ ചാനൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നമുക്കിനി ഓപ്പൺ ഇൻട്രസ്റ്റ് അനാലിസിലോട്ട് വരാം. അപ്പം മാർക്കറ്റ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്ത് 25,694 നമുക്ക് 25,700 കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഒന്നും കാണുന്നില്ല, 750 ഒന്നും കാണുന്നില്ല. ഒരു കാര്യമായിട്ട് ഒരു കോൾ വാൾ എന്നൊക്കെ പറയാനുള്ളത് 25,800 അവിടെ 13 മില്യൺ കോൾ റേറ്റേഴ്സ് ഉണ്ട്. പുതുതായിട്ട് 4.8 മില്യൺ കോൾ റേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് 25,900 അവിടെ ടോട്ടൽ OI 11.9 മില്യൺ കോൾ റേറ്റേഴ്സ്, പുതുതായിട്ട് 6.6 മില്യൺ കോൾ റേറ്റിംഗ് ആണ് ആഡ് ആയിട്ടുള്ളത്. ഈ സപ്പോർട്ട് സൈഡിലോട്ട് വരുമ്പം 25,700 OI പ്രകാരം ഒരു സപ്പോർട്ടഡാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമില്ല. അതിനുള്ള കാരണം ഞാൻ ഗാമ എക്സ്പോഷർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം. ഇപ്പം അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്നൊരു സപ്പോർട്ട് 25,500 ആണ്. അവിടെയാണ് 7.9 മില്യൺ പുട്ട് റേറ്റേഴ്സ് ഉള്ളത്. പുതുതായിട്ട് 3.1 മില്യൺ പുട്ട് റേറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. നമുക്കിനി ഗാമ എക്സ്പോഷർ അനാലിസിലോട്ട് വരാം. അപ്പം നമ്മൾ OI ചെയ്തപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 25,700 എന്ന് പറയുന്നത് നമ്മൾ പുട്ട് റേറ്റേഴ്സ് കൂടുതലുണ്ടെങ്കിലും ഒരു മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്നുള്ളത്. അതിനുള്ള കാരണം അവിടെ 0 ഗാമ ആണ് എന്നുള്ളതാണ്. ചേഞ്ച് ഓഫ് ഹാൻഡ്സ് എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാം. OI മാത്രം നോക്കി ട്രേഡ് എടുക്കുന്നവരുണ്ടെങ്കിൽ അവർ ആ ട്രാപ്പിൽ വീഴേണ്ട എന്ന് വെച്ചിട്ടാണ് പറഞ്ഞത്. നമ്മൾ ജെക്സ് നോക്കുമ്പം ഒരു മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 25,800 തന്നെയാണ്. പക്ഷേ എനിക്ക് സപ്പോർട്ട് ലെവലിലോട്ട് നോക്കുമ്പോൾ മേജർ സപ്പോർട്ടൊന്നും കാണാനുമില്ല. അപ്പം ഒരു ബെയറിഷ് ബയാസ് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മൺഡേ. എനിക്ക് തോന്നുന്നു ഒരുപാട് ന്യൂസ് എവൈറ്റ് ചെയ്യുന്ന കാരണമാണ് ഈ ഒരു അൺസർട്ടനിറ്റി ഉള്ളത് സപ്പോർട്ടിന് വേണ്ടിയിട്ട്. നമുക്കിനി ക്വാർട്ടർലി ഏർണിങ്സ് വരുന്നുണ്ട്, ബഡ്ജറ്റ് വരുന്നുണ്ട്, പിന്നെ ഇപ്പം US ഗ്രീൻലാൻഡ് ആ ടെൻഷൻ, അവിടെ യൂറോപ്പ് യൂണിയനെതിരെ ട്രംപ് താരിഫൊക്കെ ഇട്ടു എന്ന് പറയുന്നു. അപ്പം ഒരുപാട് ടെൻഷൻസ് ഉണ്ട് ജിയോ പൊളിറ്റിക്കലി. സോ നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. മാർക്കറ്റ് തുറന്നാൽ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ നേരവണ്ണം അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഈ പറയുന്ന ഡേറ്റ എല്ലാം എന്ത് പറയുന്നോ അതനുസരിച്ച് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കൊരു പ്രീ മാർക്കറ്റ് അനാലിസിസിൽ ടെക്നിക്കലി കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.